ഹലോ എവ്രി വൺ, വെൽക്കം ടു ആസ്പിറൻസ് അക്കാഡമി. ഇന്നൊരു സ്റ്റഡി വ്ളോഗ് വീഡിയോ ഇടാമെന്ന് വെച്ചു. ഈ വീഡിയോയിൽ സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ, കാരണം ഇതിൽ സ്റ്റഡി കുറവായിരിക്കും. കാരണം LDC ഒരു ഓഗസ്റ്റ് 31 ഞങ്ങളുടെ LDC. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഒരു മാസത്തേക്ക് ഭയങ്കര ഒരു ഗ്യാപ്പ് വന്നു. അങ്ങനെ കാര്യങ്ങളൊന്നും പഠിക്കാതെ ഇങ്ങനെ കുറച്ച് ചിൽ ഔട്ടായിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇപ്പം ചെറുതായിട്ട് നമ്മളിങ്ങനെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഞാൻ എന്തൊക്കെയാണ് പഠിച്ച് തുടങ്ങിയപ്പം ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത്, എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് മടികളൊക്കെ കളഞ്ഞത് എന്നുള്ളൊരു രീതിയിൽ സ്റ്റഡി വ്ളോഗായിട്ട് തുടങ്ങി. കണ്ട പോലെ രാവിലെ എണീറ്റൊന്നും ഇല്ല. ഒരു 7 മണി ആ ഒരു ടൈമിലാണ് ഞാൻ എണീറ്റ് വന്നു കഴിഞ്ഞാലുള്ള റൊട്ടീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇളം ചൂടുവെള്ളം, ല്യൂക്ക് വാം വാട്ടർ എന്ന് പറയും. ഒരു ഇളം ചൂടുവെള്ളം കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്ന് ഇങ്ങനെ കുടിക്കലാണ് പതിവ്. അതൊരു നല്ല ശീലമാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ല്യൂക്ക് വാം വാട്ടർ കുടിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് നല്ല ശീലമാണ്. നമ്മൾ പഠിക്കാൻ മാത്രം ടൈം കണ്ടെത്തിയാൽ പോരാ, നമ്മുടെ ഹെൽത്തും കൂടെ നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ച് കഴിഞ്ഞില്ല. ഒരു ഇത്തിരി വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വെളിയിൽ ഇങ്ങനെ വെയിൽ വന്നു. അപ്പോൾ വെയിൽ കൊള്ളാമെന്നുള്ള രീതിയിൽ വെയിലും കൊള്ളാം, അതിൻ്റെ കൂട്ടത്തിൽ വെള്ളവും കുടിക്കാം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സിംബനെയും കാണാം. സിംബൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പെറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ വെളിയിൽ വന്ന് ഇരിക്കുകയാണ്. ഞാൻ എക്സാം തുടങ്ങിയ ടൈം തൊട്ട് വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് പഠിത്തമാണ്. ഇങ്ങനെ പ്രോപ്പറായിട്ട് വെയിൽ കൊള്ളലൊന്നും ഇല്ല. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ മിക്കുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. കാരണം പ്രോപ്പറായിട്ട് വെയിൽ കൊള്ളാത്തതിൻ്റെയും ഫുഡിൽ വൈറ്റമിൻ ഡി കുറവുള്ള അതിൻ്റെ കൂടുതലുള്ള ഫുഡ് കഴിക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റി. കാരണം രാവിലെ എണീക്കുമ്പോൾ ബോഡിയൊക്കെ ഭയങ്കര സ്റ്റിഫാണ്, കാലവേദന, അങ്ങനെ വേദനകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണമാണ് ഉണ്ടാവുന്നതെന്ന്. അങ്ങനെ എക്സാം കഴിയുമ്പം കുറച്ച് വെയിൽ കൊള്ളാനും എക്സസൈസിന് വേണ്ടിയിട്ടും അങ്ങനെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണമെന്ന് നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത്. സിംബക്കോട്ടെ ഇങ്ങ് വാ, ഇവിടെ വാ, ഇവിടെ കയറിയിരുന്നോ? വാ, നോക്കി സിംബ, ഇതെന്തോ സിംബ, നോക്കി ഇവിടെ ആരുണ്ട്, എന്തോ ചെയ്യുന്നു, നോക്കടാ നോക്കടാ, വേണ്ടല്ലോ. നോക്കി ഇങ്ങ് വാ, ഇങ്ങ് വാ. ഒന്നും ഇല്ല, വെറുതെ പറ്റിച്ചതാ. നമ്മുടെ വീട്ടിലെല്ലാവരും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ആളാണ് ഈ സിംബൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇവനെ കൂട്ടിലിടാറില്ല കേട്ടോ. ഇടാറുണ്ട്, എപ്പോഴാണെന്നറിയോ? രാത്രിയിൽ അവന് സമാധാനപരമായി ഉറങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ പിന്നെ അവനെ നമ്മൾ അയച്ചിട്ട് കഴിഞ്ഞാൽ അവനിങ്ങനെ നടന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി കുരയ്ക്കും. അപ്പോൾ നമ്മുടെ ഉറക്കവും പോവും, അവനും ഉറങ്ങുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ രാത്രിയിൽ അവനെ കൂട്ടിയിടാറുണ്ട്. സാധാരണ രീതിയിൽ എല്ലാ വീടുകളിലും രാത്രിയിലാണ് പട്ടികളെ അയച്ചിടാറുള്ളത്. നമ്മൾ നേരെ തിരിച്ചാണ്. രാവിലെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്ന പോലെ തന്നെ അവനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കും. നമുക്ക് മതിലുണ്ട്, അപ്പോൾ മതിലിൻ്റെ ഉള്ളിൽ അവൻ നിൽക്കുകയുള്ളൂ, അതിനെ വെള്ളോട്ട് വിടാറില്ല. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് അവൻ നടക്കും, നമ്മുടെ അടുത്ത് വരും. നമ്മൾ വീട്ടിൽ കയറാറില്ല, അല്ലാണ്ട് നമ്മുടെ ചുറ്റിനും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. പെറ്റുകൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ ഫാമിലി. ഇനി അടുത്ത ഇതാണ് കലാപരിപാടിയാണ് പല്ല് തേക്കുക. അതായത് ഫസ്റ്റ് ഞാൻ പല്ല് തേക്കാണ്ടാണ് ഈ വെള്ളം കുടിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ, നിങ്ങൾ ഗൂഗിൾ തപ്പുക എന്തുകൊണ്ടാണ് പല്ല് തേക്കാണ്ട് വെള്ളം കുടിച്ചാലുള്ള ബെനിഫിറ്റ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പല്ലൊക്കെ തേക്കുന്നത്. ശരിക്കും എൻ്റെ ലൈഫ് ഒരു ഗൂഗിൾ പ്രൊഡക്റ്റാണ്. ഈ ഗൂഗിളില്ലാതെ ഞാൻ എന്ത് ചെയ്താലും ഞാൻ ഗൂഗിൾ തപ്പും. അതുകൊണ്ട് കുറേ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ലതാണ് ഗൂഗിൾ തപ്പുന്നതൊക്കെ. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാറുണ്ടായിരുന്നു. അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി, അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകണം, അമ്മയ്ക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ. ഇനി കുറച്ച് സ്പീഡിൽ കഴുകാം. കാരണം എന്താ, നമ്മൾ സ്റ്റഡി വ്ളോഗാണ് എടുക്കുന്നത്, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ സ്റ്റഡി വ്ളോഗിന് വേണ്ടിയിട്ട് പഠിക്കണമെങ്കിൽ പെട്ടെന്ന് ജോലികളൊക്കെ തീർന്നിട്ട് വേണം പഠിക്കാനിരിക്കാൻ. അപ്പോൾ സ്പീഡിൽ കഴുകിയിട്ട് നമുക്ക് സ്റ്റഡി വ്ളോഗിലേക്ക് കടക്കാം. തീർന്നില്ല കേട്ടോ, ഒരു ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു പരിപാടി ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് സിംബന് ഫുഡ് കൊടുക്കുക. നമ്മുടെ ഇവിടെ ഏറ്റവും ആദ്യം ഫുഡ് കഴിക്കുന്നത് സിംബനാണ് കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവന് കൊടുത്തിട്ടേ നമ്മളെല്ലാവരും കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അവനിങ്ങനെ ഭയങ്കരമായിട്ടും വിഷമിച്ച്, അയ്യോ എനിക്കൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ വന്നിരിക്കുക. അത് നമുക്ക് കാണുന്ന ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ആദ്യം അവന് കൊടുക്കും. ആദ്യം അവൻ കൊടുത്ത് വയറ് ഫുള്ളാക്കിയാലും നമ്മൾ കഴിക്കുമ്പോൾ അവിടെ വന്ന് നിൽക്കും കേട്ടോ. അവന് നമ്മുടെ പങ്കും വേണം. ഫുഡ് കണ്ടതിന് സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ.
പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരിക്കലും ഒരു പട്ടീനെ നമ്മൾ ശീലിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഫുഡ് കൊടുക്കുമ്പം അതിനൊരു കുറച്ച് ഡിസിപ്ലിനൊക്കെ ഉണ്ട് പട്ടികൾക്ക്. നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. കുറച്ച് ഡിസിപ്ലിനും കുറച്ച് മാനേഴ്സൊക്കെ പഠിപ്പിക്കണം. ഞാൻ എപ്പോഴും സിറ്റൊക്കെ പറഞ്ഞ് നോയൊക്കെ പറഞ്ഞിട്ടാണ് സിമ്മിന് ഫുഡ് കൊടുക്കുന്നത്. അതായത് ഇവനെ നമ്മൾ കൊച്ചിലേ കൊണ്ടുവന്നപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിറ്റ് ആവുന്നത് എങ്ങനെയാണ്, വെയിറ്റ് ചെയ്യുന്ന ഫുഡിന് എസ് പറഞ്ഞാൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓടിച്ചതെന്ന് വെച്ചാൽ അവനിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം അവൻ്റെ വായിൽ, ഫുഡ് ഉണ്ടല്ലോ, അപ്പോൾ ഡ്രൂളിംഗ് ആണ്. അപ്പോൾ ആ ടൈമിൽ അവൻ എന്ത് ചെയ്തു, ഈ തല ഇങ്ങനെ കുടയും. അപ്പോൾ അവൻ്റെ തുപ്പിലെല്ലാം നമ്മുടെ ദേഹത്തേക്ക് തെറിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവനെ നമ്മൾ ഇങ്ങനെ ഇരുത്തുന്നത്. ഇരുത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സിറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ അടിക്കാൻ പോയത്. എന്നിട്ട് അവന് സിറ്റ് പറഞ്ഞപ്പോൾ കുറച്ച് സമയം ഇരുന്നു. പക്ഷേ വീണ്ടും അവൻ എന്താണ്, എക്സൈറ്റ്മെൻ്റ് ആണ് ഫുഡിൻ്റെ. പിന്നെ വീണ്ടും സിറ്റ് പറഞ്ഞു, വീണ്ടും അവനിരുന്നു. എന്നാലും അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ലേ. എവനെന്നാലും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് പൊട്ടിച്ചാണ് കൊടുക്കുന്നത്. ഇഡ്ഡലിയും ദോശയുമായിരുന്നു ഫസ്റ്റ് അവന് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നവരെ അവൻ വെയിറ്റ് ചെയ്തു. പക്ഷേ ആ പാത്രം ഇങ്ങോട്ട് എടുക്കുകയും വീണ്ടും അവൻ പഴയ സ്വഭാവം കാണിച്ചു. വീണ്ടും സിറ്റ് പറഞ്ഞു. അപ്പോൾ അതാ നമ്മുടെ കാറിൻ്റെ ഇടയിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. വീണ്ടും അവൻ അലേർട്ടായി. പക്ഷേ ഞാൻ സിറ്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ. അവന് ഭയങ്കര മടിയാണ് ഈ ഫുഡ് വരുമ്പോൾ നമ്മൾ സിറ്റ് പറഞ്ഞ് ഇരിക്കുക എന്നുള്ളത്. ഭയങ്കര മടിയുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ സിറ്റും പറഞ്ഞു, നോയും പറഞ്ഞു. ഫുഡൊക്കെ കൊടുത്തു. വീണ്ടും ഞാൻ നോ പറഞ്ഞു, എസ് പറഞ്ഞു, അല്ലെങ്കിൽ കഴിച്ചോ എന്ന് പറയാണ്ട് വന്ന് കഴിക്കുമെന്ന് അവനറിയാം. പിന്നെ അവസാനം ഞാൻ പാവമല്ലേ എന്ന് വെച്ചിട്ട് കഴിച്ചോ എന്ന് വന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവസാനം കഴിച്ചു. ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആയിരുന്നു കേട്ടോ. ഇഡലിയിൽ ആ ഡെക്കറേഷൻ കുത്തു നല്ല, അത് റാഗിയാണ്. റാഗി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ മില്ലറ്റിൻ്റെ ഉപയോഗം നമ്മുടെ PSC നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നത്. കോൺഗ്രസിൻ്റെ രൂപീകരണം 1885 മുതൽ 1947 വരെയുള്ള ഇന്ത്യ ചരിത്രത്തെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് മിതവാദി കാലഘട്ടം, തീവ്രവാദി കാലഘട്ടം, ഗാന്ധിയൻ യുഗം. ഇതിൽ മിതവാദി എന്ന് പറയുമ്പം 1785 INC ഫോം ചെയ്ത ആ വർഷം മുതൽ 1905 അത് നമ്മുടെ സൂററ്റ് സ്പ്ലിറ്റ് വരെയാണ്. ഇനി തീവ്രവാദി ഘട്ടം എന്ന് പറയുന്നത് 1905 സൂററ്റ് സ്പ്ലിറ്റ് മുതൽ 1916 നമ്മുടെ ലക്നോ സന്ധിയൊക്കെ ഇല്ലേ, അത് ഡേറ്റ് അല്ലേ, അതെ ലക്നോ പാക്റ്റ്. അപ്പോൾ ലക്നോയിലുള്ള ANC സെഷനിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത്, നമ്മുടെ AC മജുംദാറിൻ്റെ സമയത്ത്. അപ്പോൾ ആ ഡേറ്റ് വരെയാണ് തീവ്രവാദി കാലഘട്ടം. പിന്നെ ഗാന്ധിയൻ യുഗം എന്ന് പറയുമ്പോൾ 1917 മുതൽ 47 വരെ. ശരിക്കും 1915 ഗാന്ധിജി തിരിച്ചെത്തി. പിന്നെ ഒരു വർഷം എന്താ പറയുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെന് ശേഷമാണ് ശരിക്കും ഗാന്ധിജി നമ്മുടെ രാഷ്ട്രത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ 1917 ശരിയായിട്ടുള്ള ഡേറ്റ്. പിന്നെ അദ്ദേഹം മരിക്കുന്നവരെ 1947 വരെയാണ്. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ INC ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസം പഠിക്കാതിരുന്നതിൻ്റെ എല്ലാ വക മടിയുണ്ടായിരുന്നു, അങ്ങനെ പഠിത്തമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ക്ലാസ് സെപ്റ്റംബർ 13 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 13 ക്ലാസ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. പിന്നെ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു പോയതല്ലാതെ എക്സ്ട്രാ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് INC കുറച്ച് PDF നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും, പഠിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തൊരു PDF ആയിരുന്നു INCൻ്റെത്. അങ്ങനെ INC വളരെ കഷ്ടപ്പെട്ട് മടിയൊക്കെ പിടിച്ച് INC PDF ഒക്കെ എടുത്ത് വായിച്ചു. ഞാൻ സാധാരണ ഗൈഡൊക്കെ എടുത്താണ് വായിക്കാറുള്ളത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് എൻ്റെ ഗൈഡൊന്നും ഇവിടെ ഇല്ല, എല്ലാം തൃശ്ശൂരാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കയ്യിലുള്ള ഒരു PDF വെച്ചിട്ട് വായിക്കാമെന്ന് വെച്ചിട്ട് വായിച്ചതാണ് ഈ കണ്ടത് കേട്ടോ. കുറച്ച് സമയമൊക്കെ വായിച്ചു. ഈ ഒരു PDF എന്തായാലും എങ്ങനെയൊക്കെയോ തീർത്തു വായിച്ചിട്ട്. LDCക്ക് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവർ, മാർക്ക് കുറഞ്ഞു പോയവർ നിരാശ അടിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കരുത് കേട്ടോ. നിങ്ങൾ വീണ്ടും പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യുക. അടുത്ത എന്തെല്ലാം എക്സാം വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്, ലാബ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്ലാസ്. ഞാൻ ഇംഗ്ലീഷും സയൻസുമാണ് ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ തൃശ്ശൂർ അല്ലാത്തതുകൊണ്ട് എൻ്റെ സ്വന്തം വീട്ടിലായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് ഒന്നും ഇല്ല നോക്കി പഠിപ്പിക്കാൻ. അപ്പോൾ ഞാൻ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് ഫോർ ദ ടൈം ബീങ് ഞാൻ എന്ത് ചെയ്തു, നോട്ട്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അതായത് വൊക്കാബുലറി ഒരു ദിവസം എടുക്കും, മീഡിയംസ് എടുക്കും, ഫ്രേസൽ വെർബ് എടുക്കും. പിന്നെ ഞാൻ തുടങ്ങിയ ടോപ്പിക്ക് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഫിക്സഡ് പ്രിപ്പോസിഷനെ പറ്റിയിട്ടൊക്കെ ക്ലാസ് എടുത്തു. പിന്നെ അങ്ങനെയൊക്കെയാണ്
അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആറ്റം എന്ന് പറഞ്ഞതാണ് നമ്മൾ ഫസ്റ്റ് സയൻസിൽ എടുത്തത്. അപ്പോൾ അതിലും കുറച്ച് നോട്ടുകൾ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 11 മണിക്കായിരുന്നു എൻ്റെ ക്ലാസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എന്ത് ചെയ്തു, ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടമീൻ, ഇവിടെ ചൂട എന്നാണ് ആ മീനിന് പറയുന്നത്, അതും പിന്നെ മെഴുക്കുവരട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. പല നാട്ടിലും ഈ മീനിനും പിന്നെ ഈ മെഴുക്കുവരട്ടി, നമ്മൾ ഈ മെഴുക്കുവരട്ടി എന്ന് പറയുന്നതൊക്കെ പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. തൃശ്ശൂർ ആണെങ്കിൽ മെഴുക്കുവരട്ടിക്ക് പറയുന്നത് ഉപ്പേരി എന്നാണ്. അപ്പോൾ ഉപ്പേരിക്ക് എന്ത് പറയും? ചിപ്സ് എന്ന് പറയും. ഇനി ആ മീനിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, തൃശ്ശൂർ എന്താണ് പറയുന്നതെന്ന്. പിന്നെ ഈ കാണുന്നത് വൈകുന്നേരമാണ് കേട്ടോ, ഒരു 6-6:30 ആയിട്ടുണ്ടാവും. ഞാൻ രാത്രിയിൽ രാത്രിയല്ല, സന്ധ്യയൊക്കെ ആകുമ്പോൾ കുളിക്കുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ 7:30 എനിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ 7:30 അതിന് മുന്നേ ആ ക്ലാസ്സിന് വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഈ ക്ലാസ്സിൽ എടുക്കണ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ ഇപ്പം എന്നതാണ് ഒരു വാസ്തവം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് വെറുതെ കിടന്നു, ഒന്നും ചെയ്തില്ല, അതാണ് സത്യം. ഒന്നും പഠിച്ചുമില്ല, ഒന്നും ചെയ്തുമില്ല. അത് നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ. കുറച്ച് കാലം ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. പണ്ട് പഠിച്ച മാതിരി 12 മണിക്കൂറും ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല ഫസ്റ്റ് തന്നെ. അപ്പോൾ എന്ത് ചെയ്യുക, പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് തന്നെ ടെൻഷൻ കൊടുക്കാണ്ടിരിക്കുക, പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് പഠിക്കാനിരിക്കുന്നതിലും വായിക്കുന്നതിലും ഒന്നും ഒരു സംതൃപ്തിയും തോന്നുന്നില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ വായിക്കാൻ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യുക, വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഒരു ട്രാക്കിലെത്തും. എന്തായാലും ക്ലാസ് ഉണ്ടല്ലോ, നമ്മുടെ കൂടെ പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർ പഠിക്കുമ്പോൾ അവർ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും പഠിക്കാൻ തോന്നും. അപ്പോൾ അതും ഒരു ടൈപ്പ് ഓഫ് എൻകറേജ്മെൻ്റ് ആണ്. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എവിടെ എത്താൻ പോകുന്നില്ല. കുറച്ച് പേരെയൊക്കെ കൂട്ടണം. PSC പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് കമ്പൈൻ സ്റ്റഡി തന്നെയാണ്. നമുക്ക് മടുക്കുമ്പോൾ നമ്മളെ അപ്പുറത്തിരുന്ന് എൻകറേജ് ചെയ്യാൻ, അല്ലെങ്കിൽ അപ്പുറത്ത് ഒരാൾ പഠിക്കുന്നുണ്ട് നമ്മളും പഠിക്കണം എന്നൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ ഒരു കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. 28 എന്തായാലും ഉണ്ടാവും, അതറിയാലോ. 7 × 4 28, ശരിയല്ലേ? 14 × 2 അല്ലെങ്കിൽ 14 × 2 28. അപ്പൊ ഇത്രയും ഘടകങ്ങളുണ്ട്. ഇനി നമ്മൾ 28 ഒഴിവാക്കുക, കൂട്ടുക. 14 + 2 16, 16ഉം 4ഉം 20, 20ഉം 7 27, 1ഉം 28. ഈക്വലായില്ലേ? അപ്പൊ രണ്ടക്കമുള്ള സംഖ്യ 28 ആണ്. ഒരക്ക ഉള്ളത് 6 ആണ്, ഏറ്റവും ചെറുതും 6 ആണ്. ഇനി 3 അക്ക ഉള്ളത് ഏതാണെന്ന് ചോദിക്കാൻ ചെയ്ത് നോക്കണ്ട, പഠിച്ചു വെക്കുക. എത്രയാണ്? 496. 3 അക്കമുള്ള പരിപൂർണ സംഖ്യ ഏതാണ്? 496. 4 അക്കമുള്ള പരിപൂർണ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8128 ആണ് കേട്ടോ. 8128. 8128. രാത്രിയത്തെ ക്ലാസ് മാത്സ് ആയിരുന്നു. മാത്സിൻ്റെ ഫസ്റ്റ് നമ്മൾ സംഖ്യ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് എടുത്തത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്, സം ഓഫ് ഈവൻ നമ്പേഴ്സ് എന്താണ്, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താണ് പെർഫെക്റ്റ് നമ്പേഴ്സ്, എന്താണ് കോപ്രൈം നമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പം ഞാൻ ക്ലാസ് എടുക്കുമായതുകൊണ്ട് ഞാൻ ഇനി വീഡിയോയും കൂടെ എടുക്കാൻ പോയി ഇതുപോലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടി വന്നാൽ എനിക്ക് ഒത്തിരി പണിയുണ്ട്. അതായത് നമ്മൾ ക്ലാസ് എടുക്കണം, അതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഗ്രൂപ്പിൽ സെൻഡ് ആക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് സ്ക്രീൻ റെക്കോർഡും കൂടി ഇടാനും അത് മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ റിസ്ക് എടുക്കാൻ പോയില്ല, ഞാൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ. പക്ഷേ രാത്രിയിലത്തെ ഒരു 7:30 ക്ലാസ്സും അതുപോലെ തന്നെ രാത്രിയിൽ 10 മണിക്ക് കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് ഉണ്ട്. ഇത് രണ്ടും ഞാൻ ചെറുതായിട്ടൊന്ന് റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സ്റ്റഡിയിലെ വ്ളോഗാണല്ലോ നമ്മളിതിൽ പറയുന്നത്. അപ്പം ഞാൻ എന്താണ് പഠിച്ചത്, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കുറച്ചെങ്കിലും നിങ്ങളെ കാണിക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ഇട്ടത്. ഇനി നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്ക് നമുക്ക് മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ആ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതായിരിക്കും. നമ്മൾ മെയിനായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് കോഴ്സ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി വരുന്ന 10th ലെവലും +2 ലെവലും ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്ന രീതിയിൽ നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കുകളിലെ കാര്യങ്ങളും അങ്ങനെ എല്ലാം സമഗ്രമായിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത്. ഒരു 10 മണിയായപ്പോൾ നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ് തുടങ്ങി. നമ്മളിപ്പോൾ ജൂലൈയിലെ കറണ്ട് അഫെയർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ടെലഗ്രാമിലാണ് കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് നടക്കുന്നത്. പിന്നെ ഒരു 11 മണിയായപ്പോൾ തന്നെ വളരെയധികം ലേറ്റ് ആവാണ്ട് എന്ത് ചെയ്തു, ക്ലാസ് കഴിഞ്ഞ പാടെ ഞാൻ ഉറങ്ങി.
കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 മണി വരെ അതായിരുന്നു ലിമിറ്റ്. 1 മണിക്ക് അപ്പുറം ഇരിക്കാറില്ല. എന്നാലും 1 മണി വരെയൊക്കെ നമ്മൾ പഠിക്കാൻ ഇരിക്കാൻ ഉണ്ടായിരുന്നു. ലേറ്റ് നൈറ്റായിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരാൾക്ക് 5 മണിക്കൂറെങ്കിലും 5 ടു 6 മണിക്കൂറൊക്കെ ഉറക്കം വേണം എന്നാണ്. പക്ഷേ അത് ഈ പഠിത്തത്തിൻ്റെ സമയത്ത് തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യണമായിരുന്നു. അതിനാണ് ഞാൻ ചെറിയൊരു ബ്രേക്ക് പോലെ എടുത്തിരുന്നത്. അത് എല്ലാവർക്കും അനിവാര്യമാണ് ആ ഒരു ബ്രേക്ക്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ലെവലെത്തിയവർക്കും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർ കണ്ടിന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളവർ അപ്പം ഞാൻ എന്താണ് അച്ചീവ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. LDCയിൽ മാർക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവസാനം റിസൾട്ട് വരുമ്പം എന്താകുമെന്ന് അറിയത്തില്ല. എന്തായാലും കോൺഫിഡൻ്റ് ആണ്. ഇത്രയും മാർക്ക് ഉണ്ട്, നല്ല റാങ്ക് കിട്ടും എന്നൊരു ചെറിയൊരു കോൺഫിഡൻറ്റിൻ്റെ പേരിലാണ് ഈ ഒരു ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുത്തതും കുറച്ചൊക്കെ റിലാക്സ് ആയതും കുറച്ച് നേരത്തെ ഉറങ്ങാമെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി നമുക്ക് LDC റിസൾട്ട് വരുമ്പോൾ കണ്ടറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് കാണാം കേട്ടോ. ഇതുപോലെ സ്റ്റഡി വ്ലോഗ് കുറച്ചും കൂടി വിപുലമായിട്ട് എടുക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. ഇതൊരു ഡെമോ പോലൊരു സ്റ്റഡി വ്ലോഗാണ് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് പഠിച്ച് നന്നായിട്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടൊരു സ്റ്റഡി വ്ലോഗായിട്ട് ഞാൻ വരുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസ് കാണാനാണ് താല്പര്യം എന്നതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിച്ചത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഇടണം. ഇനിയുള്ള സ്റ്റഡി വ്ളോഗ് കാണാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാനൊരു സ്റ്റഡി വ്ളോഗ് എടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഒന്ന് സെറ്റായിട്ട് പഴയ ട്രാക്കിലേക്ക് വരുമ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് എന്തായാലും നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴയ ട്രാക്കിലോട്ട് വരുമ്പം കറക്റ്റായിട്ടൊരു സ്റ്റഡി വ്ളോഗ് ഇങ്ങനെ നല്ല കുറച്ചുകൂടി നന്നായിട്ട് എടുക്കണമെന്നുണ്ട്. ഇതൊരു ഡെമോ മാത്രമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.